പ്രിയമുള്ളവരെ, ഇസ്ലാമിക കർമ്മശാസ്ത്രം വളരെ വിപുലമാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളെയും സ്പർശിക്കുന്നതാണത്. ആരാധനകളും ജീവിതാവശ്യാർത്ഥമുള്ള സാമ്പത്തിക ഇടപാടുകളും വൈവാഹിക ക്രിമിനൽ നിയമങ്ങളും സവിസ്തരം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. സചേതന അചേതന വസ്തുക്കളെ ആകമാനം പരസ്പരം ഇണതുണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന വിശുദ്ധ ഖുർആനിലെ വാക്യം വിശാലാർത്ഥ തലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. പ്രകൃത്യ ജന്തുജാലങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കാമപൂർത്തീകരണം. മനുഷ്യേതര ജീവികൾക്ക് കാമപൂർത്തീകരണത്തിന് വിവേകം ആവശ്യമില്ലെങ്കിൽ മനുഷ്യൻ്റേത് വിവേകപൂർണ്ണമാകേണ്ടതുണ്ടെന്നാണ് പടച്ച തമ്പുരാൻ്റെ തീരുമാനം. സംഭോഗം അനുവദനീയമാകുന്ന പ്രത്യേക നിബന്ധനകളോടുകൂടെ നടത്തപ്പെടുന്ന ഇടപാടാണല്ലോ ഇസ്ലാമിക നിക്കാഹ്. കാമപൂർത്തീകരണം ഇസ്ലാം അനുവദിച്ച മാർഗത്തിലാവലും സന്താനോൽപാദനവും ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ ചിലതു മാത്രമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ നിക്കാഹു മിൻ സുന്നത്തി ഫമല്ലം യഅമൽ ബി സുന്നത്തി ഫലൈസ മിന്നി ഫതസവ്വജൂ ഫഇന്നി മുകാഥിറും ബികുമുൽ ഉമം ഔ കമാ ഖാല ശഫീഉനാ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ആരബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. വ്യവസ്ഥകൾ ഒത്തിണങ്ങിയിട്ടും എൻ്റെ ചര്യ പ്രവർത്തിക്കാത്തവൻ എന്നോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാത്തവനാണ്. അതുകൊണ്ടു തന്നെ നിങ്ങൾ ഇണതുണകളാവുക. മുൻ സമുദായങ്ങളോട് നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിമാനം പറയുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണിത്.